ലാലേട്ടൻ അഭിനയിച്ച് ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് ആരംഭിച്ചതിനു ശേഷം പൂർത്തിയാകാതെ പോയിട്ടുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്ത് പകുതിയായപ്പോ തന്നെ നിന്നുപോയ മോഹൻലാൽ സിനിമയുടെ കഥകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സ്വപ്നമാളിക. മോഹൻലാൽ ആദ്യമായിട്ട് കഥ എഴുതിയ സിനിമയായിരുന്നു സ്വപ്നമാളിക. സിനിമയുടെ കഥ ഇങ്ങനെയാണ്. മോഹൻലാലിന്റെ ക്യാരക്ടറായ അപ്പു നായർ പള്ളാട്ട് അമേരിക്കയിലെ ഒരു ഡോക്ടറാണ്. ഒരു മെഡിക്കൽ കോൺഫറൻസിന് വേണ്ടി മോഹൻലാൽ അമേരിക്കയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്നു. മരിച്ചുപോയ തന്റെ അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ കൂടെ തന്നെ അദ്ദേഹം വാരണാസിയിലേക്ക് ട്രെയിനിൽ യാത്രയും ചെയ്യുന്നു. അതേ ട്രെയിനിൽ മോഹൻലാലിനെ പരിചയപ്പെടുന്ന മറ്റൊരു കഥാപാത്രമാണ് രാധാ കാർമേൽ എന്ന ഈ സിനിമയിലെ നായിക. രാധാ കാർമേൽ തന്റെ മരിച്ചുപോയ മലയാളി ഭർത്താവിന്റെ കർമ്മം ചെയ്യാൻ വേണ്ടി വാരണാസിയിലേക്ക് യാത്ര പോവുകയാണ്. മോഹൻലാലും നായികയും ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട് പിന്നീട് സുഹൃത്തുക്കളായിട്ട് മാറുന്നു. പിന്നീട് വാരണാസിയിലേക്കുള്ള യാത്രക്കിടയിൽ അവരുടെ ഇടയിൽ നല്ലൊരു ബന്ധം ഉണ്ടാകുന്നു. വാരണാസി വെച്ച് അൺഎക്സ്പെക്ടഡ് ആയിട്ട് 1-2 സ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് മോഹൻലാൽ തന്റെ ജന്മനാടായ കേരളത്തിലേക്ക് നായികയെ ക്ഷണിക്കുന്നു. അവർ രണ്ടുപേരും പിന്നീട് കേരളത്തിലേക്ക് പോവുകയും കേരളത്തിൽ വന്നതിന് ശേഷം തുടർന്നുള്ള എമോഷണൽ കണക്ഷൻസ് ആണ് ഈ സിനിമയുടെ ബാക്കി കഥ. സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും മോഹൻലാലിനെ ഡബ് ചെയ്തത് വേറെ ആരോ ആണ്. അതിന്റേതായ കുഴപ്പങ്ങൾ ആ സിനിമയിൽ കാണാനുമുണ്ട്. പിന്നീട് 2015 ഈ സിനിമ റിലീസ് ആക്കും എന്ന് പറഞ്ഞെങ്കിൽ പോലും അതും നടന്നില്ല.